ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി മസാലയാണ് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇത് കാണാൻ നല്ല രസമാണ്, കാരണം ബീട്രൂട്ടും അതിൻ്റെ ആ ഒരു കളറിൽ നല്ല ലുക്കാണ്. പക്ഷേ കാണാൻ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, ഒരു റെഡ് ചട്നിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ തേക്കുന്ന റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള, പിന്നെ അതാ ഈ ഒരു വലിപ്പത്തിലുള്ള ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഇത്രയും വെജിറ്റബിൾസാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് കേട്ടോ. അതൊക്കെ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു കുക്കറിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കണം. ഇതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരല്പം ഉപ്പും ചേർത്തിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മളൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും വേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ സൈസിലുള്ള സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വാടി വരാനായിട്ട് നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവ് തന്നെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എല്ലാ വെജിറ്റബിളും ഇതുപോലെ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ആ റെഡ് ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയുള്ളിയാണ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ പുളിയുടെ നീരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ റെഡ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തവയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് തടവി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വേവായി കഴിഞ്ഞാൽ നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റെഡ് ചട്നി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചട്നിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കൂടുതലായാലും കുറവായാലും ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയും കൂടി ചേർത്ത് നല്ല ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ ഒന്ന് മടക്കിയിട്ട് നമുക്ക് പിന്നെ അത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.